ഒരു തിരിച്ചുവരവ് വെച്ചാൽ ഇപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ ഹിറ്റായിട്ടില്ല. പക്ഷെങ്കിൽ ഇത് ദിലീപ് ഏട്ടൻ്റെ പുതിയൊരു മുഖം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പുതിയൊരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ട്. ഇതുവരെ ചെയ്തതിനെക്കാട്ടും വളരെ നല്ലൊരു അഭിനയത്തിൻ്റെ അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുണ്ട് ഈ പടം കണ്ടപ്പോൾ. ത്രില്ലർ സിനിമ അതെ. ഫാമിലിയായിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ല. സൂപ്പർ ദിലീപിന്റെ ക്യാരക്ടർ എങ്ങനെ? സൂപ്പർ മേക്കിംഗ് എല്ലാം അടിപൊളി. ദിലീപേട്ടൻ ചെയ്തതിൽ അങ്ങനെയല്ല, ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടർ തന്നെയാണ് ഇപ്പം കണ്ടിട്ടിപ്പം തിരിഞ്ഞ്. ഇപ്പോൾ സമൂഹം കാണേണ്ട ഒരു സിനിമയാണ്. നീതി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുന്ന, ജനങ്ങളല്ല ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ, ആ ഒരു ക്യാരക്ടറാണ് ഇപ്പം ദിലീപേട്ടൻ ചെയ്തത്. നമുക്ക് നീതി കിട്ടിയില്ല, ജനം നീതിക്കായിട്ട് ഈ ഒരു മെസ്സേജാണ് ഈ സിനിമയെന്ന് ഇപ്പോൾ കാണാൻ സാധിച്ചത്. തങ്കമണി ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള ഒരു പ്രശ്നത്തിൽ വേറെ പോലീസുകാർ ഒരു ഇടപെടുന്ന കണ്ട് ഓൻ്റെ ഒരു ഫാമിലിനെ പറ്റി മൊത്തമായിട്ട് ഇടപെടുന്നതാണ് സംഭവം. അതാണ് സ്റ്റോറി. ഒരു ഫാമിലി അത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ചെയ്യുന്നത്. കുടുംബത്തിലെ ഒരാളെ ഭാര്യ, അമ്മ, പെങ്ങള്, അവരൊക്കെ പിന്നെ പെട്ടെന്ന് നമ്മളൊരു പോലീസുകാർ വീട്ടിൽ കയറി വന്ന് ഒരു ബലാത്സംഗം അങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആകെ ഒരാളാണ് ബാക്കിയാകുന്നത്. അത് ദിലീപ് ഏട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അയാളുടെ പകയാണ് എന്ത് ചെയ്യുന്നത്, ആ തങ്കമണി എന്ന് പറയുന്ന ആ നാട്ടിൽ ആ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം പ്രതികാരം ദിലീപ് ഏട്ടനിലൂടെ ഈ ചെയ്യാൻ പറ്റി. അത് നമ്മളെ ഇപ്പോൾ തങ്കമണീൻ്റെ ഈ കഥകളൊന്നും ആർക്കും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവർക്കും അറിയുന്നില്ല. ഈ സിനിമ കണ്ടാൽ 1986 അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പടം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ തങ്കമണീൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെ എന്ത് സംഭവിച്ചു, എന്താണ് അവിടെ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, പിന്നെ ഇതിൻ്റെ പ്രതികാരം, ഇതൊക്കെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. മൊത്തത്തിൽ അടിപൊളിയാണ്. ഇതുവരെ അങ്ങനെയല്ല, ദിലീപേട്ടൻ ചെയ്തതിൽ അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും പിന്നെ പറയാനില്ല. മൂപ്പരെ കൊണ്ടാകുന്ന പോലെ മൂപ്പര് ചെയ്തിരിക്കും. മൊത്തത്തിൽ അടിപൊളി ഫാമിലി സുഖമായിട്ട്. റേറ്റിംഗ് ഔട്ട് ഓഫ് 5 എത്ര കൊടുക്കാം നമുക്ക്? 5 3. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാൾഫ് നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാൾഫ് മുതൽ അടിപൊളിയാണ്. ഇമോഷണലായിട്ട് അടിപൊളി പടമാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചു വരാമെന്നാണ് പറയാം. കാരണം കഴിഞ്ഞ പടത്തിനേക്കാളും കൂടുതൽ അടിപൊളി പടമാണ്. പക്ഷേ നമ്മൾ റിയൽ സ്റ്റോറിനെ നമുക്ക് അറിയില്ല സംഭവം. തങ്കമണിനെ പറ്റി കുറച്ച് ഇൻ്റർവ്യൂവും കാര്യമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പടം കണ്ടപ്പോഴാണ് അതിൻ്റെ കഥ നമ്മൾ മനസ്സിലായത്. പണ്ട് കാലത്തുള്ള പോലീസുകാർ ഒരു വീട്ടിലെല്ലാം കയറിയിട്ട് ചെയ്യുന്ന ഒരു ഇതിനെ പറ്റി ഇതിൻ്റെ റിയൽ സ്റ്റോറി എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ കണ്ടപ്പോൾ ആ ഒരു തങ്കമണിക്ക് അന്ന് സംഭവിച്ച സംഭവം ദിലീപ് ഏട്ടൻ്റെ മുഖത്തുകൂടി, ദിലീപ് ഏട്ടൻ്റെ എക്സ്പ്രഷനിലൂടി പിന്നെ ജനങ്ങളെ അറിയിക്കാൻ ദിലീപ് ഏട്ടനെ പറ്റി. ഇതുവരെ ഇല്ലാത്തൊരു ദിലീപ് ഏട്ടൻ്റെ ഒരു മുഖം അത് ഇന്ന് പെട്ടെന്ന് കണ്ട് എന്തോ സത്യം പറഞ്ഞാൽ കണ്ടെന്ന് വെള്ളം വന്നു. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ദിലീപ് ഏട്ടനെ തിരിച്ചു വരും. മേക്കിംഗ് അടിപൊളിയാണ്. മേക്കിംഗ്, സൗണ്ട്, പിന്നെ ദിലീപ് ഏട്ടൻ്റെ കോമഡികൾ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഫുള്ള് സീരിയസ് കഥാപാത്രമായിരുന്നു. അപ്പോൾ ഈ ആക്ഷൻ എന്ന് പറയുന്നതാണെങ്കിൽ നല്ല പണ്ടത്തെ പോലെ ഒരു പിന്നെ പുതിയ തരത്തിലുള്ളൊരു ആക്ഷൻ ഇതിൽ കാണാൻ പറ്റും. ഫൈറ്റൊക്കെ അടിപൊളിയാണ്. ദിലീപ് ഏട്ടൻ്റെ പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സീരിയസ് മുഖം അത് ഈ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റും. നടന്ന സംഭവമാണ്, അതാണ് കൊണ്ടുപോയി. മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. സൂപ്പർ നല്ല ക്രൈം ത്രില്ലറാണോ അല്ലെങ്കിൽ ക്രൈം ത്രില്ലറോ മൊത്തത്തിൽ അല്ലെ ഇമോഷൻ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അത് നടന്ന ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കും, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടം. ഇമോഷണലി കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇമോഷണലി ആണ്? ഇമോഷണലി മൊത്തം ഒരു ത്രില്ലർ ബേസ്. ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവ് നല്ല അടിപൊളിയാണ്. നല്ലൊരു പഴയ കഥയാണ്. ആശയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാനാക്കണം. നല്ല ഇതായിട്ട് നല്ല ട്വിസ്റ്റും കാര്യങ്ങളും. നല്ല അടിപൊളി പടം. കേരളം നല്ല ഗംഭീരമായിട്ട് നല്ല എല്ലാവരാണ്. ഒരു എന്നാ ഒരു കേസന്വേഷണവും മറ്റേതെല്ലായിട്ടുള്ളൊരു കയറി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല. അടിപൊളി പടം.